എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റഷ്യയിലെ കാംചക്ക ഉപദ്വീപില് 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. പസഫിക് സമുദ്രത്തിലുടനീളം സുനാമി മുന്നറിയിപ്പും നൽകി. ലോകത്തിൽ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഭൂകമ്പങ്ങളിൽ ഒന്നായ റിക്ടർ സ്കെയിലിൽ 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ബുധനാഴ്ച പുലർച്ചെ റഷ്യയിലെ കാംചക്ക ഉപദ്വീപിൽ അനുഭവപ്പെട്ടത്. ഈ ഒരു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് കാംചക്കയിൽ നിന്നും ഏകദേശം 119 കിലോമീറ്റർ അകലെ 20.7 കിലോമീറ്റർ താഴ്ചയിലാണ് ഈ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നാണ് അസോസിയേറ്റ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുള്ളത്, ഈ ഒരു ശക്തമായ ഭൂചലനത്തെ തുടർന്ന് US, ജപ്പാൻ, ചിലി, ന്യൂസിലാൻഡ് എന്നിവ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജപ്പാൻ, US ഏജൻസികളും ഭൂചലനത്തിന്റെ തീവ്രത ആദ്യം 8 രേഖപ്പെടുത്തിയിരുന്നു. പിന്നീട് US തിയോളജിക്കൽ സർവേ 8.8 ഇത് പരിഷ്കരിക്കുകയും ചെയ്തു. അതുകൂടാതെ ഹവായി, ചിലി, ജപ്പാൻ, സോളമൻ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ 1 മുതൽ 3 മീറ്റർ ഉയരെ വരെ തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത്. റഷ്യയുടെയും ഇക്വഡോറിന്റെയും ചില ഭാഗങ്ങളിൽ 3 മീറ്റർ കൂടുതൽ ഉയരത്തിലുള്ള തിരമാലകൾ ആഞ്ഞടിച്ചേക്കാമെന്നും മുന്നറിയിപ്പുണ്ട്. ഹൊക്കൈഡോയുടെ കിഴക്കൻ തീരത്തുള്ള നെറുമോയിൽ ഏകദേശം 30 സെന്റിമീറ്റർ ഉയരത്തിലുള്ള തിരമാലകൾ എത്തിയതായിട്ടാണ് ജപ്പാൻ കാലാവസ്ഥ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഭൂമികുലുക്കം ഉണ്ടായതിനു ശേഷം ജപ്പാൻ ഉൾപ്പെടെ അമേരിക്ക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലുള്ള സുനാമി മുന്നറിയിപ്പുകൾ വന്നിരിക്കുന്നു. അപ്പോൾ അതിനുശേഷമുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തിൽ വലിയ രീതിയിലുള്ള തിരമാലകൾ ഇല്ല എങ്കിലും ഈ കടലിൽ കരയിലേക്ക് തള്ളിക്കയറുന്നതായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. വലിയ ഒരു ഭീകര അന്തരീക്ഷമാണ് ഇപ്പോൾ റഷ്യയിലും ജപ്പാനിലും ചിലിയിലും ഹവായിലും സോളമൻ ദ്വീപുകളിലൊക്കെ നിലനിൽക്കുന്നത്. റഷ്യയിൽ സംഭവിച്ച 8.8 തീവ്രതയുള്ള ഈ ഒരു ഭൂമികുലുക്കം ഇന്നേ വരെ ലോകത്ത് സംഭവിച്ചിട്ടുള്ള ഭൂമികുലുക്കങ്ങളിൽ വെച്ച് 6ാമത്തെ ഭൂമികുലുക്കം ആണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് സുനാമിയുടെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. എന്നാൽ ഈ ഭൂമികുലുക്കത്തിന്റെ കാഴ്ചകൾ അതിഭീകരമാണ്. എക്സിൽ ധാരാളമായിട്ടുള്ള വീഡിയോകൾ വരുന്നുണ്ട്. അത് ഞാനിവിടെ കുറച്ച് കാണിക്കാം. വളരെ ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ. വലിയ രീതിയിലുള്ള ആളപായം ഒന്നുമില്ല എന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഈ കെട്ടിടങ്ങൾക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്.
അത്തരത്തിലുള്ള കാഴ്ചകളാണ് അവിടെ നിന്ന് വരുന്നത്. ഓരോ ദിവസവും ഓരോ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഓരോ ന്യൂസുകൾ നമുക്ക് കേൾക്കുന്ന സമയത്ത് എല്ലാ ന്യൂസുകളും സങ്കടപ്പെടുത്തുന്ന ന്യൂസുകളാണ് ഇപ്പോൾ കുറെ അധികം നാളുകളായിട്ട് വരുന്നത്. ഇത്തരത്തിലുള്ള ഭൂകമ്പങ്ങളും അതോടൊപ്പം തന്നെ ഇതുപോലുള്ള സുനാമികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കില്ല എന്ന് നമ്മൾ വെറുതെ ധരിച്ചു വെക്കും. അത് തെറ്റാണ്. യഥാർത്ഥത്തിൽ ഇതുപോലെ സമ്പന്നമായിട്ടുള്ള രാജ്യങ്ങളെയൊക്കെ ഭൂകമ്പവും ഇതുപോലുള്ള സുനാമികളൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ എല്ലാ ലോകരാജ്യങ്ങളുടെയും സമ്പദ്ഘടനയെ അത് വലിയ രീതിയിൽ ബാധിക്കും. അവിടെ നിന്ന് പ്രത്യേകിച്ച് റഷ്യയിൽ നിന്നൊക്കെ വരുന്ന ഈ ഭൂകമ്പം സംബന്ധിച്ചിട്ടുള്ള ആ ന്യൂസുകളും അതിന്റെ വീഡിയോകളൊക്കെ ഞെട്ടിക്കുന്ന വീഡിയോകളും ന്യൂസുകളും ഒക്കെയാണ്. അതിലെ ഒന്ന് രണ്ട് കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. I feel it. Oh my god. Йося! Господи, боже мой! Стой, Йосечка, стой, Господи, боже мой! Когда успокоится все, Господи! Ой-ой-ой-ой-ой-ой-ой-ой! Йосечка, мой маленький, Йосечка! Сейчас пойдем. Сейчас пойдем. റഷ്യയിലാണ് ഈ ഒരു ഭൂചലനം ഉണ്ടായത് എങ്കിലും അതിനോട് ചേർന്ന് കിടക്കുന്ന മിക്ക രാജ്യങ്ങൾക്കും സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ജാഗ്രത പാലിക്കേണ്ട രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാനാണ്. അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ വീണ്ടും റിയോ തത്സുഗി എന്ന് പറയുന്ന എഴുത്തുകാരി വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയാണ്. റിയോ തത്സുഗിയുടെ ഒരു പുസ്തകത്തിൽ ഒരുപാട് പ്രവചനങ്ങൾ നടത്തിയിരുന്നു. അത് പല പ്രവചനങ്ങളും അത് പിന്നീട് നടന്നു എന്നാണ് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് ജൂലൈ 5-ന്, അതായത് ഈ കഴിഞ്ഞ ജൂലൈ 5-ന് വലിയ രീതിയിലുള്ള ഭൂകമ്പവും സുനാമിയും ഈ ജപ്പാനിൽ ഉണ്ടാവുമെന്ന് അവരുടെ പുസ്തകത്തിൽ പ്രവചിച്ചിരുന്നു. അത് നോക്കിയിരുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ അത് അന്ന് നടന്നില്ല. എന്നാൽ ജൂലൈ അവസാനിക്കുന്ന ഈ ഒരു സമയത്ത്, അതായത് ഈ 30-ാം തീയതി ആണ് ഇത്തരത്തിലുള്ള ഒരു ഭൂചലനം ഈ ജപ്പാനിൽ സംഭവിച്ചില്ല എങ്കിലും റഷ്യയിൽ സംഭവിക്കുന്നു. അതിന്റെ പ്രതിഫലനമായിട്ട് വലിയ രീതിയിലുള്ള സുനാമി മുന്നറിയിപ്പ് ജപ്പാനിലേക്ക് വരുന്നു. അപ്പോൾ നാളെയും മറ്റന്നാളുമായിട്ടൊക്കെ ഇതിന്റെ വലിയ രീതിയിലുള്ള വാർത്തകൾ, ഇതിന്റെ അകത്ത് എന്താണ് നടന്നത്, അല്ലെങ്കിൽ ഈ ഭൂകമ്പം കൊണ്ട് എന്തുമാത്രം നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്, എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഉണ്ടായത്, വിവിധ രാജ്യങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. എന്തായാലും പ്രകൃതി ദുരന്തങ്ങൾ ഒരു രാജ്യത്തിനും നല്ലതല്ല. നമ്മുടെ രാജ്യത്താണെങ്കിലും വേറൊരു രാജ്യത്താണെങ്കിലും അത് ഗുണം ചെയ്യത്തില്ല. അത് ഏറ്റവും കൂടുതൽ ദോഷം മാത്രമേ ചെയ്യത്തുള്ളൂ. ഏത് രാജ്യമാണെന്നുണ്ടെങ്കിലും അവിടേക്ക് മലയാളികളുണ്ട്. അവരും അവിടെ ഉപജീവന മാർഗത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകൾ ധാരാളമായിട്ടുണ്ട്. അത്തരം ആളുകളെയും ഇത് വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.